ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ ജില്ലയിലെ നല്ലമല കുന്നുകൾക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് മഹാനന്ദി. കാടുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മഹാനന്ദിയിൽ നിന്ന് 15 കിലോമീറ്ററിനുള്ളിൽ നവനന്ദുലു എന്നറിയപ്പെടുന്ന 9 നന്ദിക്ഷേത്രങ്ങളുണ്ട്. നവനന്ദികളിൽ ഒന്നാണ് മഹാനന്ദി. ഒരു പ്രധാന ക്ഷേത്രമായ മഹാനന്ദീശ്വര സ്വാമി ക്ഷേത്രം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പുരാതന ക്ഷേത്രം 1500 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. 10ാം നൂറ്റാണ്ടിലെ പലകകളിലെ ലിഖിതങ്ങളിൽ ക്ഷേത്രം പലതവണ അറ്റകുറ്റപ്പണികൾ നടത്തി പുനർനിർമ്മിച്ചതായി പറയുന്നു. മഹാനന്ദി, ശിവനന്ദി, വിനായക നന്ദി, സോമ നന്ദി, പ്രഥമ നന്ദി, ഗരുഡ നന്ദി, സൂര്യനന്ദി, കൃഷ്ണനന്ദി, നാഗനന്ദി എന്നിവയാണ് ഈ 9 ക്ഷേത്രങ്ങൾ. മഹാനന്ദി ക്ഷേത്രം പണ്ടേ ആന്ധ്രാപ്രദേശിലെ ഒരു പുണ്യസ്ഥലമാണ്. മതപരവും ചരിത്രപരവുമായ പ്രാധാന്യത്തിന്, പ്രത്യേകിച്ച് പുരാണ ബന്ധങ്ങൾക്ക് ഇത് പ്രശസ്തമാണ്. അതുപോലെ മഹാനന്ദി ദേവസ്ഥാനം അല്ലെങ്കിൽ ക്ഷേത്ര സമുച്ചയം വിവിധ മതങ്ങളിൽപ്പെട്ട ഭക്തരുടെ ഒരു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ്. ക്ഷേത്രത്തിന്റെ ഉത്ഭവകഥ ശിവനുമായി അടുത്ത ബന്ധമുള്ളതാണ്. ഐതിഹ്യമനുസരിച്ച് 3 ശിവഭക്തരായ ശിവശർമ്മ, ദുർഗശർമ്മ, ബദരി ശർമ്മ എന്നിവർ മഹാകാളി ദേവിയെ സന്ദർശിക്കാൻ പോകുന്ന വഴി ഈ പ്രദേശം സന്ദർശിച്ചു. അവരുടെ ഭക്തിയിൽ ആകൃഷ്ടനായ ശിവൻ ആ സ്ഥലത്തെ അനുഗ്രഹിക്കുകയും അതിന് തന്റെ സാന്നിധ്യം നൽകുകയും ചെയ്തു. മഹാനന്ദി ക്ഷേത്രത്തിന്റെ പുരാണ ഉത്ഭവത്തിന്റെ കാതൽ ഈ സംഭവമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പുരാണ വേരുകളുണ്ടായിരുന്നിട്ടും മഹാനന്ദി ക്ഷേത്രത്തിന് വിപുലമായ ആധുനിക ചരിത്രവുമുണ്ട്. 17ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികാരികളാണ് ഈ സമുച്ചയം ആദ്യമായി വികസിപ്പിച്ചത്. ക്ഷേത്രം പിന്നീട് പുനഃസ്ഥാപിക്കുകയും ഒന്നിലധികം അവസരങ്ങളിൽ വികസിപ്പിക്കുകയും ചെയ്തു. 19ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ രൂപത്തിലെത്തി. മഹാനന്ദി ക്ഷേത്രത്തിന് മറ്റൊരു ഐതിഹാസിക വ്യക്തിയുമായും അടുത്ത ബന്ധമുണ്ട്. സന്യാസി കവിയായ ശ്രീ പെദ്ദജിയർ സ്വാമി. 17ാം നൂറ്റാണ്ടിൽ ശ്രീ പെദ്ദജിയർ സ്വാമിയാണ് ക്ഷേത്രത്തിൽ ആദ്യമായി നന്ദി വിഗ്രഹം സ്ഥാപിച്ചത്. 19ാം നൂറ്റാണ്ടിൽ ക്ഷേത്ര സമുച്ചയത്തിന്റെ പുനരുദ്ധാരണത്തിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചതായി പറയപ്പെടുന്നു. ഇന്നും ഈ പ്രദേശത്ത് ഭക്തിയുടെയും പ്രതീകമായി ശ്രീ പെദ്ദജിയർ സ്വാമിയെ ആരാധിക്കുന്നു. ശിവലിംഗത്തിന്റെ രൂപത്തിൽ മഹാനന്ദീശ്വര സ്വാമി എന്ന പേരിൽ ആരാധിക്കപ്പെടുന്ന പരമശിവനാണ് ഈ സ്ഥലത്തെ പ്രതിഷ്ഠ. ശ്രീകോവിലിൽ കുടികൊള്ളുന്ന സ്വയം പ്രകടമായ ശിവലിംഗത്തിന് താഴെ നിന്നാണ് പ്രസിദ്ധമായ നീരുറവ ഉത്ഭവിച്ചതെന്നും അവകാശപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ വിസ്മയിപ്പിക്കുന്ന സവിശേഷത ശ്രീകോവിലിൽ നിന്നുള്ള വിശുദ്ധജലം സമൂഹത്തിന് ചുറ്റുമുള്ള 2000 ഏക്കർ സമ്പന്നമായ ഭൂമിയെ നനയ്ക്കുന്നു എന്നതാണ്. നെൽവയലുകൾ, പച്ചക്കറികൾ, പഴങ്ങൾ, മറ്റ് ചെടികൾ എന്നിവയാൽ ചുറ്റപ്പെട്ടതാണ് ഗ്രാമം. ഇതുകൂടാതെ പടിഞ്ഞാറോട്ട് ദർശനമുള്ള മഹാനന്ദീശ്വര സ്വാമി ക്ഷേത്രത്തിന് ചുറ്റും ഉയർന്ന മതിലും ഗോപുരം എന്ന ക്ഷേത്ര ഗോപുരവുമുണ്ട്. ഇത് വിജയനഗര കാലഘട്ടത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ്. മുഖമണ്ഡപത്തിന്റെ സാന്നിധ്യം, പ്രധാന പ്രവേശന ഹാൾ, വടക്കും തെക്കും 2 ഉപക്ഷേത്രങ്ങൾ. ശ്രീകോവിലിനു മുകളിലുള്ള താഴികക്കുടമായ വിമാനം കമാനാകൃതിയിലുള്ളതും പിരമിഡ് ആകൃതിയിലുള്ളതുമാണ്. മുകളിൽ നാഗരി ശൈലിയിലുള്ള ശിഖാരമുണ്ട്. പുഷ്കരണി എന്നും അറിയപ്പെടുന്ന ജലക്കുളങ്ങളെ സൂചിപ്പിക്കുന്ന പുതിയ കോനേരു എല്ലാ സന്ദർശകരെയും ആകർഷിക്കുന്ന ഒന്നാണ്. ശ്രീശൈലധര, നരസിംഹധാര, ദൈവോധിനിധാര, നന്ദിതീർത്ഥ, കൈലാസതീർത്ഥ എന്നീ 5 നീരുറവകളിൽ നിന്നാണ് ജലം ഉത്ഭവിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹാനന്ദീശ്വരന്റെ പത്നിയായ കാമേശ്വരി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം ശ്രീകോവിലിനോട് ചേർന്നിരിക്കുന്നത് കാണാം. ആദിശങ്കരാചാര്യൻ പ്രതിഷ്ഠിച്ചതാണ് ദേവന്റെ മുന്നിലുള്ള ശ്രീചക്രം. ഭഗവാനെ ധ്യാനിക്കുമ്പോൾ അമ്മയുടെ മുമ്പിൽ വ്യക്തിയുടെ നിലയ്ക്ക് അനുയോജ്യമായ ഒരു ദർശനം ലഭിക്കുമെന്നതാണ് പ്രബലമായ ആശയം. ദേവിയുടെ പ്രവേശന മണ്ഡപമായ മുഖമണ്ഡപം ഒരു സമകാലിക ഘടനയാണ്. കാമേശ്വരി ദേവിയുടെ ക്ഷേത്രം 1939-ൽ പുനർനിർമ്മിച്ചു. പ്രധാന ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് 3 ചെറിയ ശ്രീകോവിലുകളുണ്ട്. ഓരോന്നിലും ഒരു ശിവലിംഗമുണ്ട്. മഹാനന്ദീശ്വര ക്ഷേത്രത്തിന്റെ അടിത്തറയിൽ 1953-ൽ വിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായ ലോർഡ് കോദണ്ഡരാമന്റെ കമാനാകൃതിയിലുള്ള മാർബിൾ ശ്രീകോവിൽ കൂട്ടിച്ചേർക്കുന്നു. രുദ്രകുണ്ഡം എന്ന സൗഹൃദജലം ഗ്രാമത്തിന് ചുറ്റുമുള്ള 2000 ഏക്കർ ഫലഭൂയിഷ്ഠമായ ഭൂമിക്ക് ജലസേചനം നൽകുന്നു. കൂടാതെ മഹാനന്ദീശ്വര ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ പഴങ്ങൾ, നെൽവയലുകൾ, പൂന്തോട്ടങ്ങൾ, പച്ചക്കറികൾ, വനങ്ങൾ എന്നിവയാൽ ശാന്തമാണ്. മഹാനന്ദീശ്വര സ്വാമി ക്ഷേത്രം വിശ്വകർമ്മ ബ്രാഹ്മണ ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ ശുദ്ധജല കുളം കല്യാണി എന്നാണ് അറിയപ്പെടുന്നത്. മഹാനന്ദി ക്ഷേത്രത്തിൽ ഏകദേശം 3 കുളങ്ങളുണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് 2 കുളങ്ങളുണ്ട്. ക്ഷേത്രപരിസരത്ത് സ്ഥിതി ചെയ്യുന്ന 3ാമത്തെ കുളത്തിൽ തടസ്സമില്ലാത്ത ജലപ്രവാഹമുണ്ട്. ഇത് പ്രധാന ദേവതയെ ശിവലിംഗം സ്ഥാപിച്ചിരിക്കുന്ന ഗർഭഗൃഹത്തിന്റെ നിലവറയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 60 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ ടാങ്കിന് നടുവിൽ ഒരു മണ്ഡപമുണ്ട്. ടാങ്കിന്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റുകളും വളരെ അകലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ടാങ്കുകളിലെ വെള്ളം 5 അടി ഉയരത്തിൽ തുടരുന്നു. അങ്ങനെ ഭക്തർക്ക് ഈ പുണ്യസംസ്കാരത്തിൽ മുങ്ങിക്കുളിക്കാം. ഈ ടാങ്ക് വെള്ളത്തിന്റെ മറ്റൊരു രസകരമായ സവിശേഷത ശൈത്യകാലത്ത് വെള്ളം ചൂടും വേനൽക്കാലത്ത് വെള്ളം തണുപ്പുമായിരിക്കും എന്നതാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഭക്തർക്ക് ശിവലിംഗത്തിന് പ്രാർത്ഥിക്കാനും പ്രധാന ശ്രീകോവിലിലെ ലിംഗത്തിന് താഴെയുള്ള ജലത്തിൽ തൊടാനും അനുവാദമുണ്ട്. ഒരിക്കൽ പാണ്ഡവ വംശത്തിൽപ്പെട്ട ഉതുംഗഭോജന്റെ പുത്രനായ നന്ദരാജാവ് നന്ദ്യാൽ നഗരം ഭരിച്ചു.
ഗോപവാരം എന്നൊരു പട്ടണമുണ്ട്. ഒരു ഇടയന് പശുക്കളുടെ കൂട്ടമുണ്ടായിരുന്നു. ദിവസവും പശുക്കൾ കാട്ടിൽ മേഞ്ഞു നടന്നു. ഒരു കൂട്ടം പശു കുറ്റിക്കാട്ടിലേക്ക് പോയി അകിടിൽ നിന്ന് ഉറുമ്പ് കുന്നിൽ പാൽ ഒഴിച്ച് ഒഴിഞ്ഞ അകിടുമായി എല്ലാ ദിവസവും വീട്ടിലേക്ക് മടങ്ങുന്നു. ഇത് എന്താണ് എന്ന് അറിയാൻ ഇടയൻ ആഗ്രഹിച്ചു. അടുത്ത ദിവസം അവൻ പശുവിനെ ശ്രദ്ധാപൂർവം പിന്തുടർന്നു. പശു പതിവ് പോലെ കുറ്റിക്കാട്ടിലേക്ക് പോയി. ഇടയൻ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു പശുവിന്റെ ചലനങ്ങൾ നിരീക്ഷിച്ചു. പശു ഒരു ഉറുമ്പ് കൂന്നിന്റെ ദ്വാരത്തിൽ നിന്നു. ഒരു ആൺകുട്ടി ആ കുഴിയിൽ നിന്ന് ഇറങ്ങി പശുവിന്റെ പാൽ കുടിച്ചു. കന്നുകാലികളുമായി വീട്ടിലെത്തിയ ഇടയൻ ഈ സംഭവത്തെക്കുറിച്ചു അവിടെയും ഇവിടെയും സംസാരിച്ചു. ചാരന്മാർ കാര്യം കേട്ട് രാജാവിനോട് പറഞ്ഞു. രാജാവ് വളരെ സന്തോഷിക്കുകയും സ്ഥിതിഗതികൾ കാണാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം ഒരു കുതിരപ്പുറത്ത് ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോയി. പശുക്കൂട്ടത്തെ പിന്തുടർന്ന് ചലനങ്ങൾ പ്രത്യേക ശ്രദ്ധയോടെ വീക്ഷിച്ചു. പശു കുറ്റിക്കാട്ടിൽ പ്രവേശിച്ചു. ഉറുമ്പ് കൂന്നിന്റെ ദ്വാരത്തിൽ നിന്നു. പശുവിന്റെ അകിടിൽ നിന്ന് പാൽ ഒലിച്ചിറങ്ങി. പശുവിനെ വ്യക്തമായി കാണണമെന്ന ആഗ്രഹത്തിൽ രാജാവ് പതുക്കെ പശുവിന്റെ അടുത്തേക്ക് നടന്നു. പശു പേടിച്ച് തിടുക്കത്തിൽ ഓടിയപ്പോൾ അതിന്റെ കുളമ്പുകൊണ്ട് കുഴിയിൽ ചവിട്ടി. കുട്ടി അപ്രത്യക്ഷനായി. രാജാവ് സങ്കടത്തോടെ കൊട്ടാരത്തിലോട്ട് പോയി. രാത്രിയിൽ അവൻ ഒരു സ്വപ്നം കണ്ടു. പരമേശ്വരൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് സ്വപ്നത്തിൽ പറഞ്ഞു, ഉറുമ്പുകൂന്നിൽ നിന്നും പാൽ ഞാൻ തന്നെയാണ് കുടിച്ചത്. അവിടെ ഒരു ക്ഷേത്രം പണിയുക. 80 കിലോമീറ്റർ ചുറ്റളവിൽ നവനന്തുലു എന്ന സ്ഥലങ്ങളിൽ ഞാൻ താമസിക്കും. ഗംഗാദേവിയും അവളുടെ തേജസ്സോടെ എന്നെ സേവിക്കും. നിന്റെ മഹത്വം എന്നേക്കും നിലനിൽക്കും. പിറ്റേ ദിവസം രാജാവ് ഉറുമ്പ് കൂന്നിന്റെ അടുത്തോട്ട് പോയി. അവിടെ ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാജാവ് വളരെ ആശ്ചര്യപ്പെട്ടു. ആഴത്തിലുള്ള ശിവലിംഗം കണ്ടു. പശുവിന്റെ കുളമ്പുകൊണ്ട് ചവിട്ടിയ പാട് വ്യക്തമായി കണ്ടു. ഇപ്പോഴും അത് അങ്ങനെ തന്നെ കാണാം. രാജാവ് അവിടെ ഒരു ക്ഷേത്രം പണിതു. അവൻ എതിർദിശയിൽ ഒരു കുളം കുഴിച്ചു. അല്പസമയത്തിനുള്ളിൽ അനന്തമായ ജലപ്രവാഹം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അതിനെ രുദ്രകുണ്ഡ എന്ന് വിളിച്ചു. വടക്ക് കിഴക്ക് വശങ്ങളിൽ 2 കുളങ്ങളും അദ്ദേഹം കുഴിച്ചു. ഒരുപാട് വെള്ളമുണ്ടായിരുന്നു. ത്രിമൂർത്തികളുടെ പേരുകൾ കൊണ്ട് പ്രശസ്തരാകണമെന്ന് രാജാവ് ആഗ്രഹിച്ചു. അതിനാൽ അദ്ദേഹം കുളങ്ങൾക്ക് ബ്രഹ്മകുണ്ഡ എന്നും വിഷ്ണുകുണ്ഡ എന്നും പേരിട്ടു. ഇപ്പോഴും ഈ സ്ഥലത്ത് 2 അടി താഴ്ചയിൽ എല്ലായ്പ്പോഴും വെള്ളമുണ്ടാകും. എല്ലാ സമയത്തും വെള്ളം നിറഞ്ഞിരിക്കുന്ന കുളങ്ങൾ തോട്ടവിളകൾക്ക് 2000 ഏക്കർ ഭൂമിക്കും വെള്ളം നൽകിക്കൊണ്ടിരിക്കുന്നു. നവനന്ദികളിൽ ആദ്യത്തേതും മഹത്തായതുമായ ക്ഷേത്രമായതിനാൽ അദ്ദേഹം ഈ സ്ഥലത്തെ മഹാനന്ദി എന്ന് വിളിച്ചു. ശിവന്റെ മഹത്തായ രാത്രിയായ മഹാശിവരാത്രി ആഘോഷിക്കുന്നതിനായി വർഷം തോറും ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഇവിടെ ഒരു ഉത്സവം നടക്കുന്നു. നന്ദ്യാലിൽ നിന്ന് 21 കിലോമീറ്റർ അകലെയാണ് മഹാനന്ദി. ഏറ്റവും അടുത്തുള്ള അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദിലാണ്. അത് ഏകദേശം 215 കിലോമീറ്റർ അകലെയാണ്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നന്ദ്യാലിലാണ്. നന്ദ്യാൽ പട്ടണത്തിൽ നിന്ന് മഹാനന്ദിയിൽ എത്താൻ 2 റൂട്ടുകളുണ്ട്. തിമ്മപുരം വഴിയുള്ള ഒരു റൂട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്റർ. മറ്റൊരു റൂട്ട് ഗിദ്ദല്ലൂർ റോഡ് വഴി നിങ്ങൾ ബോയലകുന്ത്ല ക്രോസിൽ നിന്ന് ഇടത് തിരിഞ്ഞു പോകേണ്ടതുണ്ട്. അത് നന്ദ്യാലിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ ദൂരമുണ്ട്.